ഹലോ എവ്രി വൺ, വെൽക്കം ടു ജർമ്മൻ A1 ക്ലാസ്. ഞാൻ ഡോക്ടർ എബിൻ ജോസ്, പോസ്റ്റ് ഡോക്ടറൽ സയൻറ്റിസ്റ്റ് ആൻഡ് ആക്കൻ യൂണിവേഴ്സിറ്റി ജർമ്മനി. സോ A1ൻ്റെ ബേസിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇന്ന് നമ്മൾ ബേസിക് നമ്പേഴ്സിനെ കുറിച്ചും ജർമ്മൻ ആൽഫബറ്റിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കാണുന്ന ജർമ്മൻ A1 ലെവലിനെ കുറിച്ച്, അതായത് ഹൈസ്കൂൾ അല്ലെങ്കിൽ ജൂനിയർ സ്റ്റുഡൻസിനൊക്കെ എയിം ചെയ്തിട്ടുള്ള ഒരു ലെവലാണ് ജർമ്മൻ A1 ലെവൽ. സോ ബേസിക്കലി ഹൈസ്കൂൾ തൊട്ടുള്ള സ്റ്റുഡൻസിന് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അതേഴ്സ് ആസ് എ ബിഗിനിങ് ടു ലേൺ ടു സ്പീക്ക് ഓർ റീഡ് ജർമ്മൻ. അപ്പോൾ അതിലേക്കും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ട്യൂട്ടോറിയൽസ്. അപ്പോൾ ലെവൽ 1 ജർമ്മൻ അല്ല, ഞാൻ ബേസിക്കലി വൊക്കാബുലറി, പിന്നെ കുറച്ച് ആൽഫബറ്റ്സ്, നമ്പർ സിസ്റ്റം അതൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ജർമ്മനും ഇംഗ്ലീഷും തമ്മിലുള്ള സിമിലാരിറ്റീസ്, രണ്ട് ലാംഗ്വേജ് ലാറ്റിൻ ആൽഫബറ്റ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാ സെൻറ്റൻസിനും സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഓർഡർ ആണ്. അപ്പം ക്വസ്റ്റ്യൻസിന് വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഓർഡർ ആണ്, അല്ലെങ്കിൽ അഡ്വർബ് വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഓർഡർ ആണുള്ളത്. അപ്പം അതിൽ കോൺട്രാക്ഷൻസ് ഉണ്ട് ജർമ്മനിലും ഇംഗ്ലീഷിലും. പക്ഷേ പിന്നെ വേറൊരു സിമിലാരിറ്റി ജർമ്മനും ഇംഗ്ലീഷും, ഇത് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നതാണ്. ഇതൊന്നും കണ്ടിപ്പോൾ പേടിക്കണ്ട, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഓർഡർ ഒന്നും. പതുക്കെ നമുക്ക് അതിലേക്ക് കിടക്കാവുന്നതാണ് ഗ്രാമർക്ക് എത്തുമ്പോൾ. പക്ഷേ A1 ലെവലിൽ അധികം ഗ്രാമർ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ജർമ്മൻ സംസാരിക്കാനുള്ള ബേസിക് വൊക്കാബുലറിയും കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയലാണ് ഇന്ന്. അപ്പോൾ വേർഡ്, വേർട്ട്, ഹൗസ്, ഹൗസ്, ഇതൊക്കെ ഇംഗ്ലീഷിൽ നിന്നുള്ള ജർമ്മനിലേക്ക് വന്ന രണ്ട് മൂന്ന് വാക്കുകളാണ്. പിന്നെ ചില വേർഡുകൾ ടെക്സ്റ്റ്, സൂ, ഹാൻഡ്ബോൾ, മോട്ടോർ, ബുസ്, പാർക്ക്, പൊസിഷൻ, ഗരാഷ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ജർമ്മനിലും ഒരേ സ്പെല്ലിങ്ങും കൂടിയാണ്. ജർമ്മൻ ഈസ് ക്വൈറ്റ് സിമിലർ ടു ഇംഗ്ലീഷ്. ദർ ആർ ഹവർ ഡിഫറൻസസ്. ജർമ്മൻ ഹാസ് കുറച്ചുകൂടി 4 ലെറ്റേഴ്സ് കൂടുതലുണ്ട് ഇംഗ്ലീഷിനെക്കാളും. അതാണ് ഒരു ഡിഫറൻസ്. വെർബ് ലാസ്റ്റ് വേർഡായിട്ട് വരാം ചിലപ്പം. പിന്നെ വേർബ് ഫോംസ് കൂടുതലുണ്ട് ഇംഗ്ലീഷിനെക്കാളും. പിന്നെ ജർമ്മനിൽ എല്ലാ നൗണും ക്യാപിറ്റലൈസ്ഡ് ആണ്. അപ്പം നമ്മളൊരു ഒരു പേര് അല്ലെങ്കിൽ ഒരു സ്ഥലം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസിൽ വരുവാണെങ്കിൽ അതെപ്പോഴും ക്യാപിറ്റലൈസ് ആയിട്ട് വേണം എഴുതാൻ. അതാണ് എപ്പോഴും നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം. പിന്നെ വേർഡ് ഇഷ് ഈസ് ഓൺലി ക്യാപിറ്റലൈസ് ഇഫ് ഇറ്റ് ഈസ് ഫസ്റ്റ് വേർഡ് ഓഫ് ദി സെൻറ്റൻസ്. നമ്മൾ ഇംഗ്ലീഷിൽ ഐ ആണെങ്കിൽ ഇടയ്ക്ക് വന്നാലും ചിലപ്പോൾ അത് ക്യാപിറ്റലായിട്ട് എഴുതുന്നത് നിങ്ങൾക്കറിയാലോ. പക്ഷേ ജർമ്മനിലെ ഐ എന്ന് പറഞ്ഞാൽ ഇഷ്, ഇഷ് ആണ്. ഈ ഇഷ് നമ്മൾ ക്യാപിറ്റലായിട്ട് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ എഴുതണ്ട. സ്റ്റാർട്ടിങ്ങിൽ മാത്രം വരുവാണെങ്കിൽ മാത്രം ICH എന്ന് പറഞ്ഞ് വരും. പിന്നെ 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് യു ഉണ്ട്. ഇംഗ്ലീഷിൽ നമുക്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവേ ഉള്ളൂ. പക്ഷേ ജർമ്മനിൽ യു എന്ന് പറഞ്ഞാൽ പല സിറ്റുവേഷനിൽ യു ഉപയോഗിക്കേണ്ടി വരും. അത് ഞാൻ ഗ്രാമറിലേക്ക് പോകുമ്പോൾ നമുക്ക് കവർ ചെയ്യാം. Adjectives have different endings based on the noun they are modifying in German. However, German is still one of the easiest language for English speakers to learn. അപ്പം നമുക്കത് ഇംഗ്ലീഷ് സ്പീക്കർ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നാലും ഞാൻ മലയാളത്തിലും കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ബേസിക്കലി ഇവിടെ നമ്മൾ ലെറ്റേഴ്സാണ്, അതിന് പ്രൊനൗൺസിയേഷനും കൂടിയാണ് നോക്കുന്നത്. അതിനൊരു എക്സാമ്പിളും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ആ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഇംഗ്ലീഷിലെ എ ആണ് പ്രൊനൗൺസിയേഷൻ, പക്ഷെ ആ ആണ്. അപ്പം നമ്മൾ ജർമ്മനിൽ അത് ആ എന്നാണ് വിളിക്കുന്നത്. ലെറ്റർ ബേ പ്രൊനൗൺസിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോറി. നെക്സ്റ്റ് വൺ സേ, ഡേ, എ, എഫ്, ഗേ, ഹ, ഇ, യോട്ട്, കാ, എൽ, എം, എൻ, ഒ, പേ, കു, എർ, എസ്, ടെ, ഉ, വാ, വേ, ഇക്സ്, എപ്സിലോൺ, സെറ്റ്, എ, ഉ, ഔ, എസെറ്റ്. സോ ബേസിക്കലി ഈ ലെറ്റേഴ്സാണ് നമ്മൾ ഉംലൗട്ടുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി എക്സ്ട്രാ വരുന്ന ലെറ്റേഴ്സാണ്.
എ ഉംലോട്ട്, യു ഉംലോട്ട്, ഒ ഉംലോട്ട് എന്ന് വരുന്നത്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഈ ദർദി ദാസ് ഇപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദി ആംപൽ, ദസ് ബുക്ക്, ദസ് സൈബർ കഫേ, ഡോണസ്റ്റാഗ്, ദി എൽറ്റേൺ, ദി ഫ്രൗ. ഇതിൻ്റെ മീനിങ് സൈഡ് കൊടുത്തിട്ടുണ്ട്. ദി കുർക്കെ, ദസ് ഹാർ, ഇൻറ്റർസാൻറ്റ്, ദർ ജോബ്, ദി കാർട്ടോഫൽ. അടുത്തത് ദി കാർട്ടോഫൽ, സോറി, ദസ് ലാൻഡ് കൺട്രി, ദി മുറ്റർ, ദർ നാക്മിറ്റാഗ്, ദി ഓറഞ്ച്, ദസ് പിയർ, ദസ് ക്വാഡ്രാറ്റ്, ദി റൈസ്, ദർ സോണ്, ദർ ടാഗ്, ദി ഊബാൻ, ദർ ഫാട്ടർ, ദസ് കനന്റ്, ദസ് സൈലോഫോൺ, യോഗ, സെറ്റ്, ദി സ്വീബൽ, ദി ആപ്പിൾ, ദസ് ഗമ്യൂസ്, സോൾഫ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് പ്രൊനൗൺസിയേഷൻ ഒന്നുകൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എഴുതിയിട്ടുണ്ട് സൈഡിൽ, അപ്പോൾ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവും. പിന്നെ നമുക്ക് നമ്പർ സിസ്റ്റം നോക്കാം. അപ്പോൾ നിങ്ങൾ നമ്പർ സിസ്റ്റം പഠിക്കുമ്പം ഇവിടം വരെ പഠിച്ചാൽ മതി, 20 വരെ. ബാക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. eins, zwei, drei, vier, fünf, sechs, sieben, acht, neun, zehn, 11, 12, 13, 14, 15, 16, 17, 18, 19. അത് കഴിഞ്ഞ് വരുന്നതാണ് 20. 20ക്ക് നമ്മൾ പറയുന്നത് സ്വാൻസിഷ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് നമുക്ക് ഇപ്പം 21 ആണെങ്കിൽ നമ്മൾ ഐൻ und സ്വാൻസിഷ് എന്നാണ് പറയുക. അപ്പം 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻ und സ്വാൻസിഷ് എന്ന് പറയാൻ കാരണം ഐൻ നമ്മുടെ 1 വരും 21ൻ്റെ, പിന്നെ സ്വാൻസിഷ് വരും. ഉണ്ടെന്ന് പറഞ്ഞാൽ ആൻഡിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 25 നോക്കാം. ആദ്യം സെക്കൻഡ് ലെറ്റർ പറയണം, ഫുൻഫ് und സ്വാൻസിഷ്. അപ്പോൾ 27 ആണെങ്കിൽ 7ൻ്റെ ഇക്വലൻ്റ് സീബൻ und സ്വാൻസിഷ് എന്ന് വരും. അതേപോലെ 30 ആണെങ്കിൽ 30ക്ക് ഒരു ഫോം ഉണ്ട്, ട്രൈസിഷ്. അപ്പം 38 വരണമെങ്കിൽ നമ്മൾ 8 പ്ലസ് 30 എന്ന് 8 കഴിഞ്ഞിട്ട് 13 അത് ഉണ്ട് ചേർത്ത് എഴുതണം. അപ്പോൾ 8 ഈസ് അക്ട് und ട്രൈസിഷ് എന്ന് വരും. 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയസിഷ് ആണ്. 50 എന്ന് പറഞ്ഞാൽ ഫുൺസിഷ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ലെറ്റേഴ്സ് എല്ലാം നമ്മൾ ഈ ഇടയ്ക്കുള്ള ഇത് ചേർത്തിട്ട് അങ്ങ് എഴുതാൻ പറ്റും. അപ്പോൾ 56 ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫുൺസിഷ് എന്ന് പറഞ്ഞ സാധനം വരും, 6ൻ്റെ കറസ്പോണ്ടിങ്ങും വരും. അപ്പം സെക്സ് und ഫുൺസിഷ്. പിന്നെ 60, 70, 80 എല്ലാം അതേപോലെ തന്നെ വരും, സെക്സിഷ്, സിപ്സിഷ്, അക്സിഷ്. 83ക്ക് ഡ്രൈ und അക്സിഷ് എന്ന് വരും. 90 ആണെങ്കിൽ നോയൻസിഷ് എന്ന് വരും. അപ്പം നമുക്ക് വേറെ ഉള്ളത് 100,000. 100 100, 1000 1000. അപ്പോൾ ഇതാണ് ബേസിക് നമ്പർ സിസ്റ്റം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. 1 തൊട്ട് 20 വരെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, സ്വാൻസിഷ്. അപ്പം 19 തൊട്ട് സ്വാൻസിഷ് വരെ നമ്മൾ ഒരു ഓർഡറിൽ പോകും. അത് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ എല്ലാം ഇപ്പം ഇതിൻ്റെ എല്ലാം എൻഡിങ് പഠിച്ചു വെക്കുക. ഡ്രൈസിഷ്, ഫിയസിഷ്, ഫുൺസിഷ്, സെക്സിഷ്, സിപ്സിഷ്, അക്സിഷ്. അപ്പം നമ്മൾ 100 വരെ എത്തി, നോയിൻസിഷ് 100 വരെ. അപ്പം അത് കഴിഞ്ഞിട്ട് 25 എന്ന് പറഞ്ഞ ലെറ്ററാണ് വരുന്നതെങ്കിൽ ഫുൺ ആ 5ൻ്റെ കറസ്പോണ്ടിങ് എടുക്കുക, ഉണ്ട് ചേർക്കുക, അത് കഴിഞ്ഞിട്ട്
20 കിലോനുള്ള സ്വാൻസിഷ് ചേർക്കുക. ഫുണ്ട് und സ്വാൻസിഷ്. 38 ആണെങ്കിൽ അക്ട് und ഡ്രൈസിഷ്. 46 ആണെങ്കിൽ ഫിയർസിഷ് വരും. പിന്നെ 6 ഉണ്ട്, സെക്സ്, 6ന്റെ ഇക്വലന്റ് സെക്സ്, പിന്നെ und ഫുൺസിഷ് എന്ന് വരും. 83 ആണെങ്കിൽ ഡ്രൈ und അക്സിഷ് എന്ന് വരും. പിന്നെ 100, 1000 അങ്ങനെ വരും. അപ്പം ഇത് നമ്മൾ ബേസിക് ഞാൻ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ബേസിക് ഫ്രേസസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെക്ചർ അല്ലേ. അപ്പൊ ഗുട്ടൻ മോർഗൻ, ഗുഡ് മോർണിംഗ്. ഗുട്ടൻ ടാഗ്, ഗുഡ് ഡേ. ഗുട്ടൻ ആബൻഡ്, ഗുഡ് ഈവനിങ്. ഗുഡ് നാറ്റ്, ഗുഡ് നൈറ്റ്. ഡാങ്കെ, ഡാങ്കഷോൺ, ഡാങ്കസ്, താങ്ക് യു വെരി മച്ച്. ബിറ്റെ ഷോൺ എന്ന് പറഞ്ഞാൽ യു ആർ വെൽക്കം. ടു എസ് ടൂട്ട് മി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഐ എം സോറി. എൻഷുൾഡിഗൻ സി എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് മീ. വി ഗേറ്റസ് ഇൻ എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു. എസ് ഫ്രൂട്ട് മിഷ് എന്ന് പറഞ്ഞാൽ നൈസ് ടു മീറ്റ് യു. വി ഹൈസൻ സി എന്ന് പറഞ്ഞാൽ വാട്ട്സ് യുവർ നെയിം. മൈ നാം ഈസ്റ്റ്, മൈ നെയിം ഈസ്. സോ ഇതൊക്കെയാണ് ബേസിക് ഫ്രേസസ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഗുഡ് മോർണിംഗ്, ഗുട്ടൻ മോർഗൻ. ഗുഡ് ഡേ, ഗുട്ടൻ ടാഗ്. ഗുഡ് ഈവനിങ്, ഗുട്ടൻ ആബൻഡ്. ഗുഡ് നൈറ്റ്, ഗുട്ടൻ നാക്ട്. ഡാങ്കെ, താങ്ക് യു. ബിറ്റെ ഷോൺ, യു ആർ വെൽക്കം. Es tut mir leid, I'm sorry. Entschuldigen Sie, excuse me. Wie geht es Ihnen? How are you? Es freut mich, nice to meet you. Wie heißen Sie? What's your name? My name is. സോ താങ്ക് യു. ഇന്ന് നമ്മൾ ഇത്രയും ബേസിക്സ് ആണ് കവർ ചെയ്യുന്നത്. നമ്പർ സിസ്റ്റം ഞാൻ ഒന്നുകൂടി കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഈ ABC ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കുക. പിന്നെ നമ്പർ സിസ്റ്റം ജസ്റ്റ് 20 വരെ പഠിക്കുക. പിന്നെ ബാക്കി എല്ലാത്തിൻ്റെയും എൻഡിങ് പഠിക്കുക. സ്വാൻസിഷ്, ഡ്രൈസിഷ്, ഫിയസിഷ്, ഫുൺസിഷ്, സെക്സിഷ്, സിപ്സിഷ്, അക്സിഷ് വരെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.